ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ് പണിസരിച്ച് വരൂല. എറണാകുളത്ത് പോണെന്നാണ് അവന്മാര് പറഞ്ഞത്. ഞാൻ ഇല്ലാത്തപ്പോ താനൊക്കെ പണിയെടുക്കണമെന്ന് നോക്കാനുള്ള എന്റെ സൈക്കോളജിക്കൽ മൂവായിരുന്നത് മനസ്സിലായ? യജമാൻ ബുദ്ധിരാശത്തെ തന്നെ നീട്ടാ. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. നീ ഇന്ന് മുതൽ എന്റെ കൂടെ കുടിക്കും ശിക്ഷനായിട്ട്. നാളെ മുതൽ നീ പണിക്ക് വരണ്ട. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. പിങ്കിന്റെ കാലൊടിച്ചെന്നോ തോന്നുന്നു. ഇതുപോലുള്ള കടസ കൊടുത്ത സാരമൊന്നും പശുവിന് കൊടുക്കാൻ പറ്റൂലട്ടാ. ഇത് ഇവിടുത്തെ ചില പോത്തുകൾക്കുള്ളത്. പറഞ്ഞ പണി നീ ചെയ്യണം. അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. ഇല്ലെങ്കിൽ ബെൽറ്റിനടി കൊള്ളും. എന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിയുള്ളൂ. തീരുമ്പോ പണി തരാൻ ഞാനെന്താ കുപ്പിയിട്ട് വന്ന ഭൂത. ചിക്കൻ ഫ്രൈ ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. എടാ പാഞ്ചി, നീ എന്റെ അപ്പന്റെ കൂടെ എങ്ങാണ്ട് പഠിച്ചേ. എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത്? താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്റെ എന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ ചെയ്തല്ലേ പണി എടുക്കണം. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ എന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണം. പുല്ലേ, ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. ഇത് സുസുക്കി അല്ലേ? കുവൈത്തില് അറുകൾ 2 മെർസൈഡീസ് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഞാൻ വിചാരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. പവർ കിട്ടില്ല എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം പവർ കുറവായിരിക്കും, പവർ കൂടിയ വണ്ടികൾക്ക് അല്പം പവർ കൂടുതലായിരിക്കും. ഇത് നമ്മുടെ 1248 cc എഞ്ചിനാണ് ഇതിന്റെ. ചേട്ടാ, ഉൾക്കഥ ഇങ്ങനെയാണ്. എന്താടാ നിനക്ക് ബോറടിച്ച? നിനക്ക് മാസാണ് വേണ്ടത്. ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം.